നമസ്കാരം. ദീപ്തമായ ഈ സായം സന്ധ്യയിൽ എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷ സംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 മനുഷ്യരാശിക്ക് ശ്രേയസ്സുണ്ടാകണമെന്ന് കരുതിയാണ് വ്യാസൻ മഹാഭാരതവും ഭഗവത്ഗീതയും 18 പുരാണങ്ങളും രചിച്ചത്. ഇതെല്ലാം രചിച്ചുവെങ്കിലും അദ്ദേഹത്തിന് എന്തോ കുറവ് തോന്നിയതിനെ തുടർന്നാണ് പരിഹാരമായി ഭാഗവതം രചിച്ചത്. ഒരു മഹാത്മാവിൻ്റെ കഠിന തപസ്സിൻ്റെ ഫലമാണ് ഭാഗവതം. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ടിട്ടുള്ളതാണെങ്കിലും നമ്മൾ ഇപ്പോഴും ഭാഗവതം വായിച്ച് അതിൻ്റെ ഗുണം അനുഭവിക്കുന്നു. ആത്മജ്ഞാനിയായ ഒരു മഹർഷിയുടെ സങ്കല്പം എല്ലാ കാലത്തേക്കും ഉള്ളതാണ്. നാരദൻ വ്യാസനോട് പറഞ്ഞ് ശ്രീഹരിയുടെ കഥയാണ് ഭാഗവതം. എന്നാൽ വാസ്തവത്തിൽ ഭാഗവതത്തിൽ പറഞ്ഞിട്ടുള്ള ശ്രീഹരി വൈകുണ്ഠത്തിൽ യോഗനിദ്രയിൽ വിളങ്ങുന്ന വിഷ്ണു ഭഗവാനിൽ മാത്രം ഒതുങ്ങുന്നില്ല. ശ്രീഹരി എന്നാൽ സകല ചരാചരങ്ങളുടെയും ഉള്ളിൽ തുടിക്കുന്ന ജീവചൈതന്യമാണ്. നമ്മുടെ മനസ്സിലും ചിന്തകളിലും ജീവശക്തിയിലും നിറഞ്ഞു നിൽക്കുന്ന സത്യാവസ്ഥ. നമ്മുടെ നിലനിൽപ്പിൻ്റെ ആധാരമാണ് ശ്രീഹരി. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ഭജഗോവിന്ദം ആലപിക്കുന്നത് കേൾക്കാം. യാവദ്വിത്തോപാർജന സക്തഃ താവന്നിജ പരിവാരോ രക്തഃ പശ്ചാദ്ധാവതി ജർജര ദേഹേ പശ്ചാദ്ധാവതി ജർജര ദേഹേ വാർത്താം പൃച്ഛതി കോപി ന ഗേഹേ വാർത്താം പൃച്ഛതി കോപി ന ഗേഹേ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ജടിലോ മുണ്ഡി ലുഞ്ജിതകേശ കാഷായാംബര ബഹുകൃതവേഷ പശ്യന്നപി ച ന പശ്യതി മൂഢഃ ഉദരനിമിത്തം ബഹുകൃതവേഷഃ ഉദരനിമിത്തം ബഹുകൃതവേഷഃ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ഇനി ശങ്കരസ്തോത്രാമൃതം. എത്രയധികം ധനം സമ്പാദിക്കാനുള്ള കഴിവുണ്ടോ അത്രയും കാലം സ്വന്തം ബന്ധുജനങ്ങൾക്ക് പ്രിയനായിരിക്കും.
ധനികരുടെ വീട്ടിൽ ബന്ധജനങ്ങളെ കൊണ്ടും വിരുന്നുകാരെ കൊണ്ടും വൻ തിരക്കായിരിക്കും. എന്നാൽ വാർദ്ധക്യത്തിൽ ധനസമ്പാദന ശക്തിയും ധനാഗമവും ഇല്ലാതെയാകുമ്പോൾ വീട്ടിൽ പോലും ആരും ഒന്നും അന്വേഷിക്കുകയില്ല. ജീവിതത്തിൻ്റെ നിരർത്ഥത കാണിക്കുന്ന മോഹമുദ്ഗരം അഥവാ ഭജഗോവിന്ദത്തിലെ ശ്ലോകമാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വിവരിക്കുന്നത്. മോഹമുദ്ഗരത്തിൽ രണ്ടാം ഭാഗത്തിൽ 3 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഭിക്ഷാവൃത്തിയിൽ ബാഹ്യമായ ഒന്നും തന്നെ കൈവശമില്ലാതെ അലയുന്ന ഭിക്ഷുവിനും ആശാപാശം തന്നെ. ദിനരാത്രങ്ങൾ ഋതുക്കൾ കടന്നു പോകുന്ന ഗതിക്കനുസരിച്ച് ആയുസ് പോകുന്നതറിഞ്ഞാലും ആശാപാശം തന്നെ. ആശാബദ്ധരായി നമ്മൾ കഷ്ടപ്പെടുന്നല്ലോ. ഈയൊരു വിവേകജനകമായ ഉപദേശമാണ് നൽകിയത്. തുടർന്ന് പറയുകയാണ്, യാവദ്വിത്തോപാർജനസക്തഃ താവന്നിജ പരിവാരോ രക്തഃ പശ്ചാദ്ധാവതി ജർജരദേഹേ വാർത്താം പൃച്ഛതി കോപി ന ഗേഹേ. ഇവിടെ യാവത് വിത്തോപാർജനസക്തഃ എന്നുള്ളിടത്ത് യാവത് വിത്തോപാർജന രക്തഃ, യാവത് വിത്തോപാർജന ശക്തഃ എന്നൊക്കെ പാഠഭേദങ്ങളുണ്ട്. അർത്ഥം യാവത് എത്ര കാലം വരെ, വിത്തോപാർജന ശക്തഃ ധനം പണം ആർജിക്കാനുള്ള ശക്തിയുണ്ടോ. ഒരു മനുഷ്യന് എത്ര കാലം വരെ പണം സമ്പാദിക്കാനുള്ള ശക്തിയുണ്ടോ താവത് അത്രയും കാലം നിജപരിവാരോ രക്തഃ സ്വന്തം ബന്ധുക്കൾ വളരെ ആസക്തിയോടെ താല്പര്യത്തോടെ സ്നേഹത്തോടെ കൂടെയുണ്ടാവും. ഒരു വീട്ടിൽ ഗൃഹസ്ഥനായി കഴിയുന്ന കാലത്തോളം നമുക്ക് പണം സമ്പാദിക്കാനുള്ള ശേഷിയുണ്ടോ? ജോലി ചെയ്ത് ശമ്പളം വാങ്ങുക, അല്ലെങ്കിൽ പ്രത്യേകം ജോലികൾ ചെയ്ത് നിത്യക്കൂലി മേടിക്കുക, അല്ലെങ്കിൽ വ്യവസായം തുടങ്ങിയവ ചെയ്ത് പണം സമ്പാദിക്കുക. ഏത് വിധത്തിലും ആകട്ടെ, കൃഷിയോ വ്യവസായമോ മറ്റ് സേവാമേഖലയോ ഏതോ ആവട്ടെ, എത്ര കാലം വരെ ഒരാൾക്ക് അധ്വാനിക്കാനും പണം സമ്പാദിക്കാനുമുള്ള ശേഷിയുണ്ടോ അതാണ് യാവത് വിത്തോപാർജന ശക്തഃ. എത്ര കാലം വിത്തം ധനം ഉപാർജിക്കാനുള്ള നേടാനുള്ള ശക്തിയുണ്ടോ അത്രയും കാലം താവത് നിജപരിവാരോ രക്തഃ സ്വന്തം പരിവാരം ബന്ധുക്കൾ വളരെ ആസക്തിയോടുകൂടി കൂടെയുണ്ടാവും. പതിയാകട്ടെ, മക്കളാകട്ടെ, പത്നിയാകട്ടെ. ഇന്ന് ആൾക്കാരൊന്നുമില്ല. ആരെയൊക്കെയാണോ നമ്മൾ ബന്ധുക്കളെന്ന് പറയുന്നത് അവരൊക്കെ കൂടെ ഉണ്ടാവും. സമ്പന്നരുടെ വീട്ടിൽ വിരുന്നുകാരൊഴിഞ്ഞ നേരം ഉണ്ടാവില്ല എന്ന് പറയാറുണ്ട്. എല്ലാവർക്കും വേണ്ടി വരും പണം സമ്പാദിക്കാൻ ശേഷിയുള്ള കാലം വരെ. പശ്ചാത് അതിന് ശേഷമോ ധാവതി ജർജരദേഹേ ജർജരമായിരിക്കുന്ന ജരബാധിച്ച ക്ഷീണിതമായിരിക്കുന്ന ദേഹത്തിൽ ഓടുകയാണ്. അത്യധ്വാനം ചെയ്ത് കുടുംബത്തെ പോറ്റാൻ വേണ്ടി പണം സമ്പാദിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുത്ത് ശരീരം മുഴുവൻ കേടുവന്നു, രോഗഗ്രസ്തമായി, ക്ഷീണിതമായി, ശരീരം മുഴുവൻ ജർജരമായി, ജരബാധിച്ചു, വയ്യ. ഇപ്പോൾ പണം സമ്പാദിക്കാനുള്ള ശക്തിയില്ല, അധ്വാനിക്കാനുള്ള ശേഷിയില്ല. ആ സമയത്ത് വാർത്താം പൃച്ഛതി കോപി ന ഗേഹേ. ഗേഹേ വീട്ടിൽ, കോപി ആരും തന്നെ വാർത്താം ന പൃച്ഛതി വാർത്ത ചോദിക്കുന്നില്ല. സുഖാണോ, എന്തൊക്കെയാണ് വർത്തമാനം, ഭക്ഷണം കഴിച്ചുവോ, വിശ്രമിച്ചുവോ, അല്ലെങ്കിൽ വെള്ളം കുടിച്ചുവോ, ഒരു വർത്തമാനവും ചോദിക്കുന്നില്ല. എന്താ പോയില്ലേ എന്നുള്ള മട്ടിലാണ് ഓരോരുത്തർ നോക്കുക. ഇത് ഒരു സാർവത്രികമായ സ്ഥിതിയാണ്. ധനം സമ്പാദിക്കാൻ ശേഷിയുള്ള കാലത്തോളം എല്ലാവർക്കും വേണ്ടപ്പെട്ടവനായിരിക്കും. ഇതാണ് ലോകസ്ഥിതി. എല്ലാ ബന്ധങ്ങളും സ്വന്തങ്ങളും ധനത്തിൻ്റെ അപേക്ഷയിലാണ്. വാർദ്ധക്യത്തിൽ മറ്റുള്ളവരാൽ പരിപാലിക്കപ്പെടേണ്ടുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടേണ്ടുന്ന സ്ഥിതിയിൽ പ്രത്യേകിച്ച് വരുമാനമാർഗമില്ലെങ്കിൽ
അങ്ങേയറ്റം കഷ്ടപ്പാട് തന്നെയാണ് അയാൾക്ക്. ഇതാണ് ലോകത്തിലെ സ്ഥിതി. ഇതെന്തിനു പറഞ്ഞു എന്നാണെങ്കിൽ, എൻ്റെ എന്നുള്ള പാശത്തിൽപ്പെട്ട് നമ്മൾ ബദ്ധരായി കഴിയുകയാണ്. ഒരു നിമിഷം ചിന്തിക്കാൻ ആവശ്യപ്പെടുകയാണ്. ഈ ബന്ധങ്ങളും സ്വന്തങ്ങളൊക്കെ പണത്തിൻ്റെ അപേക്ഷയിലാണ്, ധനത്തിൻ്റെ അപേക്ഷയിലാണ്. ഇത് മനസ്സിലാക്കി ഇത്രയേ ഉള്ളൂ എന്ന തിരിച്ചറിവോടുകൂടി ജീവിക്കാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ അയാൾ ഒന്നിനാലും ബദ്ധനാവില്ല. അയാളൊന്നും പ്രതീക്ഷിക്കുകയുമില്ല. നേരെ മറിച്ച് പ്രതീക്ഷിച്ചാലോ, നാളെ എൻ്റെ പത്നി നോക്കിക്കോളും, അല്ലെങ്കിൽ നാളെ എൻ്റെ പതി നോക്കിക്കോളും, നാളെ എൻ്റെ മക്കൾ നോക്കിക്കോളും എന്ന് പ്രതീക്ഷിച്ചാൽ ഒരു സംശയവുമില്ല, ദുഃഖം അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ തിരിച്ചറിവോടുകൂടി ലോകത്ത് ജീവിക്കുകയാണെങ്കിൽ അയാൾക്ക് നാളെ ദുഃഖിക്കേണ്ടതായി വരില്ല. ഇതാണ് വിവേകജനകമായിരിക്കുന്ന ഒരു വസ്തുതാ പ്രഖ്യാപനം. തുടർന്ന് ജട്ടിലോ മുണ്ടീലുഞ്ചിതകേശഃ കാഷായാംബര ബഹുകൃതവേഷഃ പശ്യന്നപി ച ന പശ്യതി മൂഢഃ ഉദരനിമിത്തം ബഹുകൃതവേഷഃ. ജട്ടിലോ മുണ്ടീലുഞ്ചിതകേശഃ കാഷായാംബര ബഹുകൃതവേഷഃ പശ്യന്നപി ച ന പശ്യതി മൂഢഃ ഉദരനിമിത്തം ബഹുകൃതവേഷഃ. ജട്ടിലഃ മുണ്ടീ ലുഞ്ചിതകേശഃ കാഷായാംബര ബഹുകൃതവേഷഃ. ഇതെല്ലാം ഒരു സന്യാസിയുടെ ബാഹ്യഭാവത്തെ പറയുന്ന വാക്കുകളാണ്. പശ്യന്നപി കാണുന്നവനാണെങ്കിലും ന പശ്യതി കാണുന്നില്ല. പിന്നെ എന്തിനാണ് ഈ വേഷങ്ങളൊക്കെ? പറയുകയാണ് ഉദരനിമിത്തം ബഹുകൃതവേഷഃ. ഉദരനിമിത്തമായിട്ട് ബഹുകൃതമായ വേഷം കെട്ടി അലയുകയാണ്. ഇങ്ങനെ സന്യാസത്തിൻ്റെ താത്പര്യം പോലും അറിയാതെ സന്യാസത്തിൻ്റെ ലക്ഷണങ്ങളെ ധരിച്ചുകൊണ്ട് നടക്കുന്ന, ലിംഗങ്ങളെ ധരിച്ചുകൊണ്ട് നടക്കുന്ന അവസ്ഥയെ കാണിക്കുന്നു. ആ ശ്ലോകം നമുക്ക് അടുത്ത പ്രാവശ്യം ചിന്തിക്കാം. അടുത്തതായി സനാതനധർമ്മം. ദുർജനങ്ങളിൽ നിന്നും അകന്നു നിൽക്കണം, സാധുജനത്തോട് അടുത്ത് നിൽക്കണം, ചെയ്യാവുന്നിടത്തോളം പുണ്യം ചെയ്യണം, നിത്യാനിത്യ വിചാരം എപ്പോഴും ഉണ്ടായിരിക്കണം. ഈ 4 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് സനാതനധർമ്മത്തിൽ സ്വാമി അനഘാമൃതാനന്ദപുരി സംസാരിക്കുന്നത്. ഓം അമൃതേശ്വരിയെ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ സാദരപ്രണാമം. നമ്മുടെ സംസ്കൃത ശ്ലോകങ്ങളിലൊക്കെ ധാരാളം നല്ല ഉപദേശങ്ങൾ അടങ്ങിയിട്ടുള്ള വരികൾ കാണാൻ സാധിക്കും. അതിലൊരെണ്ണം നമ്മൾ നോക്കിയാൽ, ത്യജ ദുർജന സംസർഗം ഭജ സാധു സമാഗമം കുരു പുണ്യ മഹോരാത്രം സ്മര നിത്യം അനിത്യതാം. ഇതിനെ ഒന്ന് നമ്മൾ വിശകലനം ചെയ്താൽ, ത്യജ ദുർജന സംസർഗം, അതായത് ദുർജനങ്ങളുമായിട്ടുള്ള സംസർഗം ഉപേക്ഷിക്കണം. ഇതിപ്പോൾ പ്രത്യേകിച്ച് ആരും പറയേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ സാധിക്കുമോ എന്നുള്ള കാര്യമാണ് പ്രധാനം. ദുർജനങ്ങളുമായി എന്ന് പറയുമ്പോൾ നമുക്ക് നേർവഴി കാണിക്കാൻ സാധിക്കാത്ത ആളുകളുമായിട്ടുള്ള സംസർഗം നമുക്കെപ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ വരുത്തി വയ്ക്കും. അത് ഏത് തരത്തിലാണെങ്കിലും ശരി. അമ്മ എപ്പോഴും പറയാറുണ്ട്, ഒരു സിഗരറ്റ് കൂട്ടുകാരൻ തന്നിട്ട് ഒരെണ്ണം നീ വലിച്ചു നോക്ക് എന്ന് പറയും. അത് ഒന്നല്ലേ എന്ന് നമ്മൾ കരുതുമ്പോൾ ആ ഒന്നെന്നുള്ളത് പിന്നീട് കൂടി നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തീരുന്നത് നാം ആ സമയത്ത് ചിന്തിക്കുന്നുണ്ടാവില്ല. മദ്യപാനത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ദുർജനങ്ങളുമായിട്ടുള്ള സംസർഗം എപ്പോഴും ഒഴിവാക്കാൻ ശ്രമിക്കണമെന്ന് പറയും. അപ്പോൾ ഒരാൾ കാണുന്ന സമയത്ത് അയാൾ ദുർജനമാണോ അല്ലെങ്കിൽ സജ്ജനമാണോ എന്ന് തിരിച്ചറിയുക, ഇതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ അനുഭവത്തിൽ, ജീവിതത്തിൽ കുറച്ച് നാളത്തെ അനുഭവം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരാളായിട്ട് നമുക്ക് സംസർഗം വേണമോ വേണ്ടയോ എന്നുള്ളത്. അപ്പോൾ ആ സംസർഗം നമുക്ക് എത്രത്തോളം ദോഷം ചെയ്യും എന്നുള്ള കാര്യങ്ങൾ തിരിച്ചറിയാൻ സാധിച്ചാൽ നമ്മൾ ബുദ്ധിപൂർവ്വം
അവിടെ നിന്ന് ഒഴിയാൻ ശ്രമിക്കുക, അതിൽ നിന്ന് മാറാൻ ശ്രമിക്കുക, അവരോടുള്ള ബന്ധത്തിൽ നമുക്ക് ഒരു അകൽച്ച ഉണ്ടാക്കാൻ സാധിക്കുക. ഇത് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ പിന്നീടുണ്ടാകുന്ന നഷ്ടം വളരെ വലുതായിരിക്കും. കാരണം നമ്മളെ ശരിയായ മാർഗത്തിൽ നമുക്ക് പോകാനുള്ള എല്ലാ കാര്യത്തിനും ആ ദുർജന സംസർഗം നമുക്ക് ഒരു തടസ്സമായി വരും. നമ്മുടെ ജീവിതത്തിലേക്ക് അതൊരു നഷ്ടമായും വരും. അതുകൊണ്ടാണ് പറയുന്നത് ദുർജനങ്ങളുമായിട്ടുള്ള സംസർഗം എപ്പോഴും നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കണം. പിന്നെ പറയുന്നുണ്ട് സാധു സമാഗമത്തെക്കുറിച്ചാണ് പറയുന്നത്. സാധുക്കള സമാഗമം. ഈ സാധുക്കൾ എന്ന വാക്ക് നമ്മൾ മലയാളത്തിൽ പറയുന്ന പാവപ്പെട്ടവരുടെ അർത്ഥത്തില്ല. മഹാപുരുഷന്മാർ, സിദ്ധന്മാർ, യോഗികൾ, മഹാത്മാക്കൾ, ഇവരെല്ലാം പറയുന്ന വാക്കാണ് സാധു. ഇപ്പോൾ സാധു സംഗമം എന്ന് പറയുമ്പോൾ അതേപോലെയുള്ള ആളുകളെ, നമ്മളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നവർ, നമ്മളെ നയിക്കാൻ സാധിക്കുന്നവർ, നമ്മളെ ഉയർത്താൻ സാധിക്കുന്നവർ, നമ്മൾക്ക് സദ്ഗതി തരാൻ കഴിയുന്ന ആളുകൾ, നമുക്ക് നല്ല ഉപദേശങ്ങൾ തരാൻ കഴിയുന്ന ആളുകൾ, ഇവരെയെല്ലാം ആ വാക്കിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ആളുകളെ നമ്മൾ സമ്പർക്കം ചെയ്യുമ്പോൾ, അവരോടുള്ള അടുപ്പമുണ്ടാകുമ്പോൾ, അതിലൂടെ നമുക്ക് കാരുണ്യം, ദയയും ക്ഷമയും സ്നേഹവും എല്ലാമുള്ള സദ്ഗുണങ്ങളെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. അത് നമ്മുടെ ഹൃദയത്തിലേക്ക് അതിനെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കും. ഇത്തരത്തിലുള്ള ഗുണങ്ങൾ ആദ്യമേ പറഞ്ഞതാണെങ്കിലോ നമ്മുടെ ഉള്ളിൽ നിന്ന് എല്ലാ തരത്തിലുള്ള നല്ല ഗുണങ്ങളും പോകുന്നു. അതേസമയം ഈ സാധുസംഘം ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലേക്ക് നല്ല ഗുണങ്ങളുടെ ഒരു ഒഴുക്ക്, അല്ലെങ്കിൽ നല്ല ഗുണങ്ങളെ വളരെയധികം സമ്പാദിക്കാൻ കഴിയുന്ന ഒരു അനുഭവം അല്ലെങ്കിൽ ഒരു അവസരം നമുക്കുണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു. ഇത് രണ്ടും നമ്മൾ ഏറ്റവും അധികം പ്രാധാന്യത്തോടെ കാണാൻ സാധിക്കണം. അടുത്തത് കുരു പുണ്യം അഹോരാത്രം എന്നാണ് പറയുന്നത്. പുണ്യം ചെയ്യുക. പുണ്യം എന്ന് പറയുമ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്യുക, മനുഷ്യനെ സേവിക്കുക, സഹായിക്കുക, ഇതെല്ലാം പുണ്യകർമ്മങ്ങളിൽ പെടും. അപ്പോൾ ആ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ നമ്മൾ വാസ്തവത്തിൽ ഒരു ബാങ്കിൽ നമ്മൾ പണം സമ്പാദിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഈ ജന്മത്തിൽ, നമ്മുടെ ഈ ജീവിതത്തിൽ പുണ്യകർമ്മങ്ങളിലൂടെ എല്ലാം പുണ്യകർമ്മങ്ങൾ, കഷ്ടപ്പെടുന്നവനെ സഹായിക്കുക, നമ്മൾക്കൊണ്ട് ആവുന്ന രീതിയിൽ ആശ്വസിപ്പിക്കാനും സഹായിക്കാനും കഴിയുന്ന രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ കഴിയുക, ഇതെല്ലാം നമുക്ക് പുണ്യം നേടിത്തരുന്ന കാര്യങ്ങളാണ്. അപ്പം അത്തരത്തിൽ പുണ്യം എത്രത്തോളം ഒരു വ്യക്തിക്ക് സമ്പാദിക്കാൻ സാധിക്കുമോ അത്രയും അവൻ്റെ ജീവിതത്തിലേക്ക് ഗുണമുണ്ടാകുന്നു പറയുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ വിശ്വാസം അനുസരിച്ചിട്ട് അവൻ്റെ വരും ജന്മത്തിലേക്ക് കൂടി ആ പുണ്യത്തെ നമ്മൾ ഉപയോഗിക്കാൻ സാധിക്കും. സാധാരണ പറയാറുണ്ട്, ഒരാൾ സുഖകരമായിട്ട് ജീവിക്കുകയാണെങ്കിൽ പറയും അവൻ ധാരാളം പുണ്യം ചെയ്തിട്ടുണ്ടെന്ന് പറയും. ആ പുണ്യം ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് ഇപ്പോൾ ഈ ജന്മത്തിൽ ചെയ്തത് മാത്രം ഉദ്ദേശിച്ചിട്ടല്ല അങ്ങനെ പറയുന്നത്. അവനവൻ്റെ മുൻ ജന്മങ്ങളിൽ ധാരാളം പുണ്യം ചെയ്തിട്ടുണ്ട്. ആ സമ്പാദ്യത്തിൻ്റെയാണ് അവൻ ഇപ്പോൾ അവൻ്റെ ഈ വർത്തമാനകാലത്തിലെ ജീവിതഘട്ടത്തിൽ അവൻ ധാരാളം സുഖങ്ങൾ അനുഭവിക്കുന്നത്, ധാരാളം സമ്പാദ്യങ്ങൾ ഉണ്ടാകുന്നത്, സുഖകരമായി ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ്? തീർച്ചയായിട്ടും അവൻ്റെ മുൻജന്മങ്ങളിൽ അവൻ അത്രയധികം പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ ആർജിച്ച പുണ്യത കൊണ്ടാണ് അവന് ഇപ്പോൾ സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കുന്നതെന്ന് പറയും. അടുത്തത് സ്മരനിത്യം അനിത്യതാം എന്നാണ്. അതായത് എപ്പോഴും നമ്മൾ ഓർക്കുക നിത്യമായിട്ടുള്ളത് എന്താണ്, അനിത്യമായിട്ടുള്ളത് എന്താണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുക. അതായത് അനിത്യതയെ ഓർക്കുക. അനിത്യതയെ ഓർത്തുകൊണ്ട് നിത്യമായതിനെ സമ്പാദിക്കാനുള്ള വൈരാഗ്യം നമ്മൾ നേടിയെടുക്കുക. എന്ത് മനസ്സിലാക്കണം? അപ്പോൾ നമ്മൾ കാണുന്ന ഈ ലോകത്ത് കാണുന്നതെല്ലാം തന്നെ ക്ഷണഭംഗുരമായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സത്യമേത് അനിത്യമേത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുക. എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ് ഈ കാണുന്നതെല്ലാം നശിക്കും, നശിക്കാത്തത് ഒന്ന് മാത്രമേ ഉള്ളൂ, അത് നമ്മുടെ ആത്മാവാണ്, ഈശ്വരനാണ്, ചൈതന്യമാണ്, ബാക്കിയെല്ലാം നശിക്കും എന്നെപ്പോഴും എല്ലാ ആചാര്യന്മാരും പ്രഭാഷകരും ഗ്രന്ഥങ്ങളിലും എല്ലാം പറഞ്ഞു തരുന്നുണ്ട്.
അത് ജീവിതത്തിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കാരണം എന്താ, ബാക്കിയെല്ലാം നഷ്ടപ്പെടും. അതുകൊണ്ടാണ് പറയുന്നത് അർത്ഥാഗ്രഹേ നിവർത്തന്തേ ശ്മശാനേ പുത്രബാന്ധവാഹ സുഹൃതം ദുഷ്കൃതം ചെയ്വ ഗച്ഛന്ത മനു ഗച്ഛതി എന്ന് പറയുന്നത് കൊണ്ടാണ്. അതായത് നമ്മൾ സമ്പാദിക്കുന്നതെല്ലാം തന്നെ നമുക്ക് ഇവിടെ വിട്ടിട്ട് പോകേണ്ടി വരും. പിന്നെന്താ, നമ്മുടെ എല്ലാ ബന്ധുമിത്രാദികളും ശ്മശാനം വരെ മാത്രമേ നമ്മളെ കൂടെ ഉണ്ടാവുകയുള്ളൂ. അവിടെ നിന്ന് അവർ തിരിച്ചു പോകും. പിന്നെ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകുന്നത് എന്താ, സുഹൃതം ദുഷ്കൃതം ചെയ്യുക. ആ പുണ്യപാപങ്ങൾക്കനുസരിച്ചിട്ടായിരിക്കും നമുക്ക് അടുത്തതെന്താണ് നിശ്ചയിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് അനിത്യമേത് നിത്യമേത് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് സാധുസംഗമം ചെയ്തുകൊണ്ട് പുണ്യത്തെ ആർജിച്ചുകൊണ്ട് മനുഷ്യൻ്റെ ജീവിതത്തെ പ്രയോജനമാക്കി തീർക്കണം എന്ന് എപ്പോഴും നമുക്ക് ഉപദേശങ്ങൾ ലഭിക്കുന്നത്. ആചാര്യന്മാർ എപ്പോഴും ആവർത്തിച്ച് പറയുന്നു. അതുതന്നെയാണ് ആ മാർഗത്തിലൂടെ മുന്നേറാൻ നമുക്ക് എപ്പോഴും ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. ഓം അമൃതേശ്വരി നമഃ. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. सर्वज्ञे सर्ववरदे सर्वदुष्टभयङ्करी सर्वदुःखहरे देवी महालक्ष्मी नमोऽस्तुते। सिद्धिबुद्धिप्रदे देवी भुक्तिमुक्तिप्रदायिनी मन्त्रमूर्ते सदा देवी महालक्ष्मी नमोऽस्तुते। सुरपूजिते नमस्तेस्तु महामाये श्रीपीठे सुरपूजिते शङ्खचक्र गदा